അസ്സലാമലൈക്കും. എൻ്റെ ഉപ്പയും ഉമ്മയാണ്. എൻ്റെ ഉമ്മാൻ്റെ കാലിൽ ഒരു മുഴ വന്നതാണ്. അത് നോക്കുമ്പോൾ ഡോക്ടർ 3 സർജറി ചെയ്തു. ഇനി 4ാമത്തെ സർജറി ചെയ്യാൻ ഞങ്ങളെ കൊണ്ടൊരു നിവൃത്തിയില്ല. അത് കാല് മുറിച്ച് മാറ്റണം എന്നാണ് ഡോക്ടർ പറയുന്നത്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഞങ്ങളെ കൊണ്ടൊന്നും പാകില്ല. എൻ്റെ വാപ്പാക്കും സുഖമില്ലാണ്ടിരിക്കുകയാണ്. ഹിറ്റിക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് അവനെ നോക്കാനും കഴിയില്ല. നിങ്ങളുടെ പറ്റുന്ന സഹായങ്ങൾ ഞങ്ങൾക്ക് നൽകണം. പറ്റുന്ന എല്ലാതും ഞങ്ങൾ ചെയ്തു. ഓരോരുത്തൻ്റെയൊന്നും കയ്യിൽ നീട്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇനി ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. 3 ലക്ഷം രൂപയാണ് ഒരു ഡോക്ടർ സർജറിക്ക് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല. ഞാൻ ഒരു രോഗിയാണ്. എനിക്ക് സുഖമില്ലാതെ കാലത്ത് ഒരുപാടായി പല ആൾക്കാരും സഹായം കൊണ്ട് എന്നെ ഇതുവരെ എത്തിച്ചു. ഞങ്ങൾക്ക് ഒരു വഴിയില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സഹായിച്ച് തന്നാലേ ഞങ്ങൾ ഇത് രക്ഷപ്പെടാൻ വഴിയുള്ളൂ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഒരു എമർജൻസി ആയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ആലത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ബാങ്ക് റോഡിൽ 4ാം വാർഡിൽ താമസിക്കുന്ന റഹ്മത്ത് എന്ന് പറയുന്ന ഈ ഉമ്മാൻ്റെയും അതേപോലെ തന്നെ ലത്തീഫ് ഖാൻ്റെ ഒരു വിഷയമായിട്ടാണ് നിങ്ങളൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ ഉമ്മാൻ്റെ കാലിലൊരു മുഴ വന്നതാണ്. ആ മുഴ പഴുത്ത് ഇപ്പം ഏകദേശം 3ഓളം സർജറി ഓൾറെഡി കഴിഞ്ഞു. ഇപ്പം എത്രയും പെട്ടെന്ന് ഒരു സർജറി കൂടി ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ്. 3 ലക്ഷം രൂപയാണ് ആ സർജറിക്ക് എമൗണ്ട് വരിക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കുടുംബത്തിന് എന്ന് പറഞ്ഞാൽ 4 മക്കളാണ്. അതിൽ 3 പെൺമക്കളാണ്. ഇവർ ഓരോ ആളുകളുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടാണ് ഇതുവരെ ഈ ഉപ്പാനെയും ഉമ്മാനെയും ഒക്കെ ചികിത്സിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത്. പക്ഷേ ഇനി തുടർ ചികിത്സയ്ക്കാണെങ്കിലും ഇനിയുള്ള സർജറിക്കാണെങ്കിലും എന്ത് ചെയ്യുന്ന പോലും അറിയാണ്ടാണ്. അത്രയും നിവൃത്തിയില്ലാത്ത ഒരു കുടുംബമായത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഇവരുടെ വീടിന്റെ റൂമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഒറ്റ മുറി ഒരു വീട്ടിലാണ് ഈ പാവങ്ങൾ കഴിയുന്നത്. ഒരു നിവൃത്തിയില്ലാത്ത ഒരു കുടുംബമാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു ചികിത്സാ സഹായ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. മരുന്നിന് പോലും നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് ഒരു വണ്ടിയിൽ പോവാൻ ഇവർ പറഞ്ഞെന്തറിയോ, വണ്ടി വിളിച്ച് എൻ്റെ ഉപ്പാനും ഉമ്മാനും കൊണ്ടുപോയി ഒരു നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ സർജറി ചെയ്താൽ ഇത് മാറുന്നു പറഞ്ഞു. പക്ഷെ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപയ്ക്ക് ഈ 3 സർജറിയും ജനങ്ങളുടെ സഹായം കൊണ്ടാണ്. പക്ഷെ ഇനി ആരുടെ മുമ്പിൽ ഞങ്ങൾ ഈ ഉമ്മാനെ കൊണ്ട് പോകുന്നതാണ് ഈ 3 പെൺമക്കൾ നമ്മുടെ അടുത്തൊക്കെ ചോദിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ, നല്ലവരായ പ്രവാസികളുടെ മുമ്പിൽ ഈ ഉപ്പാക്കും ഉമ്മാക്കും ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ കൈ നീട്ടാണ്. എല്ലാവരും ഈ കുടുംബത്തിന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, ദീപു ചന്ദ്രൻ ആലത്തൂർ എമർജൻസി ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഈ ഉപ്പാനും ഉമ്മാനെയും രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യണം. ജാതിമത ഭേദമന്യേ നിങ്ങളെ കൊണ്ടാവുന്ന ഒരു സഹായം ഇവർക്ക് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇതൊരു എമർജൻസി വീഡിയോ ആണ്. ഈ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഈ ഉമ്മാൻ്റെ കാല് വളരെ 2 ഓപ്പറേഷൻ ഇവിടെ ആലത്തൂർ കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഉണ്ടാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തു. ഇത് ഡോക്ടർ പറയുന്നതിന് ഒരു ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ കാല് മുറിക്കേണ്ടി വരുന്നാ പറയുന്നത്. നിങ്ങളാ കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വളരെ വളരെ എമർജൻസി ആയ ഒരു വീഡിയോ ആണിത്. ഈ കുടുംബത്തെ നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം. കാരണം പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ മുടങ്ങിപ്പോയാൽ കാല് മുറിച്ചു മാറ്റണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിങ്ങൾ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. ഈ ഉമ്മാന്റെ കാര്യം വല്ലാത്ത പ്രയാസത്തിലാണ്. 2 ഓപ്പറേഷനോളം ഈ ഉമ്മാന്റെ ഇപ്പൊ നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഓപ്പറേഷൻ കൂടി ചെയ്തില്ല എന്ന് പറയുകയാണെങ്കിൽ കാല് മുറിച്ചു മാറ്റണം എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. 3 ലക്ഷം റുപ്യോളം ഈ ഉമ്മാക്ക് ഓപ്പറേഷന് വേണ്ടി ചെലവ് വരുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ എല്ലാവരും കഴിവിന്റെ പരമാവധി ഇത് ഷെയർ ചെയ്യും, കഴിവിന്റെ പരമാവധി ഇത് സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. അലി മുഹമ്മദ്. ഈ ഉപ്പാക്കും ഉമ്മാക്കും അസുഖമായിട്ടിരിക്കുകയാണ്. ഈ ഉമ്മാൻ്റെ കാല് 2 പ്രാവശ്യം സർജറി കഴിഞ്ഞതാണ്. ഇനി ഒരു സർജറിയും കൂടി കഴിയണമെങ്കിൽ ഒരു 3 ലക്ഷം റുപ്യ ചിലവുണ്ട്. അത് കഴിഞ്ഞാലേ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ആ ഉമ്മാനെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ഉമ്മാൻ്റെ ജീവിതം അപകടത്തിലാണ്. എല്ലാവരും ആകുമ്പോൾ സഹായിക്കണം. ഇത് ഞങ്ങൾ അറിയുന്നൊരു കുടുംബമാണ്. അതുകൊണ്ടാണ് ഇത്രയും സഹായം ചോദിക്കുന്നത്. എല്ലാവരും അർഹമായി സഹായിക്കണം.